ഞാൻ ഈ പെരുമ്പാവൂരിൽ നടന്ന തബ്ലീഗ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു വീക്ഷണവും കാഴ്ചപ്പാടും ഒക്കെ പറഞ്ഞപ്പോൾ കുറച്ച് പേർ കമൻറ്റുകളായും അല്ലാതെ കുറച്ച് പേർ മെസ്സഞ്ചറിലേക്കുമൊക്കെ ചില മെസ്സേജുകൾ അയക്കുകയുണ്ടായി. അവരുടെ അക്കീദ ശരിയല്ല, നീ ദീൻ പഠിച്ചിട്ടില്ല, നീ അവരെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല, അവരുടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ മെസ്സേജുകൾ വരികയുണ്ടായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏതാണ്ട് ഹാഫ് സെഞ്ചുറി അടിക്കാറായി നിൽക്കുന്ന ഘട്ടത്തിൽ ഈ സമൂഹത്തിൻ്റെ ചുറ്റുപാടുകളിൽ, പരിസരങ്ങളിൽ സാമൂഹ്യവും മതകീയവും സാംസ്കാരികവും സർവ്വമതവും ഒക്കെയായി ബന്ധപ്പെട്ട വിവിധ മേഖലകളിൽ നമ്മളിങ്ങനെ കറങ്ങിത്തിരിയുമ്പോൾ ചില കാര്യങ്ങൾ നോക്കിക്കാണുമ്പോൾ അതിൻ്റെ സവിശേഷമായ ഭാവങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്താറുണ്ട്. ആ അത്ഭുതവും ആദരവുമാണ് ഞാൻ അതിലൂടെ പങ്കുവച്ചത്. ഇപ്പോൾ അക്കീദ ശരിയല്ല എന്നൊക്കെ പറഞ്ഞാൽ ആരുടെ അക്കീദയാണ് ശരി, അല്ലെങ്കിൽ ആരാണ് വിജയിക്കുന്നത്, ആരാണ് പരാജയപ്പെടുന്നത് എന്നൊക്കെ അറിയണമെങ്കിൽ മാർക്കിടുന്ന സ്ഥലത്ത് ചെല്ലണം. ഞാനും നിങ്ങളുമൊക്കെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നവരോ ഒക്കെയാണ്. ഒരു പരീക്ഷാ ഹാളിൽ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന കുട്ടി അവൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഉത്തരങ്ങൾ അവൻ്റെ പേപ്പറിൽ കുറിക്കുകയാണ്. അത് കുറിച്ച് അതൊരിടത്ത് സബ്മിറ്റ് ചെയ്ത് അതിനെ നാളെ ഇവാലുവേറ്റ് ചെയ്യുമ്പോഴാണ് അവൻ എഴുതിയതിന് മാർക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയുന്നത്. അല്ലാതെ ഞാനിവിടെ ഇരുന്ന് അവൻ എഴുതിയത് മൊത്തം തെറ്റാണ്, എൻ്റേതാണ് ശരി എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അത് ഒരു സംഘടനയോടല്ല, എല്ലാ സംഘടനക്കാരോടും പറയുന്നതാണ്. എല്ലാവരും പരീക്ഷ എഴുതുകയാണല്ലോ. ഈ ഭൂമിയിലെ ജീവിതം ഈ കുറേ വെല്ലുവിളികളും കുറച്ച് ചോദ്യോത്തരങ്ങളും കുറച്ച് സങ്കീർണതകളും കുറച്ച് പ്രലോഭനങ്ങളും ഒക്കെ നമ്മുടെ മുന്നിൽ വെച്ച് തന്നിട്ട് നമ്മളതിനോട് പ്രതികരിക്കുന്ന ഹാപ്പനിങ്സാണ്. അപ്പോൾ ആ ഹാപ്പനിങ്സ് ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ പുതിയ മാനേജ്മെൻറ്റ് ടേംസ് അനുസരിച്ചാണെങ്കിൽ 2 മലക്കുകൾ ഇടം വലം സദാ മോണിറ്റർ ചെയ്യുന്നുണ്ട്. മോണിറ്ററിങ് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. പിന്നെ അത് കഴിഞ്ഞ് ഫൈനലി ഇവാലുവേഷൻ ഉണ്ട്. ആ ഇവാലുവേഷന് മുമ്പ് ഒരു ഫ്രോസൺ ഫേസ് ഉണ്ട്. ആ ഇവാലുവേഷൻ കഴിഞ്ഞാണ് മാർക്കിടുന്നത്. അതാണല്ലോ ഒരു ഇസ്ലാം മത വിശ്വാസിയുടെ അല്ലെങ്കിൽ വേദവിശ്വാസങ്ങളുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാനം. അപ്പോൾ അതുകൊണ്ട് അവരുടെ അക്കീദ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊന്നും പറയുന്നതിൽ യാതൊരു കാര്യമില്ല. അത് വിലയിരുത്തട്ടെ, മാർക്കിടട്ടെ. നമ്മൾ സാധാരണ പറയല്ലോ അന്തപ്പാക്കലാം എന്ന് പറയുന്ന പോലെ അതപ്പം നോക്കാം. രണ്ടാമതായി പറഞ്ഞൊരു കാര്യം, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്നവർ എന്നൊക്കെ പറയുന്ന ഒരു ആക്ഷേപം ഒരാളെനിക്ക് എഴുതി അയച്ചു. സംഗതി നമ്മുടെ ഒരു കാഴ്ചപ്പാട് നോക്കുമ്പോൾ ചിലപ്പോൾ തോന്നും, പക്ഷേ ഇത് അങ്ങനെ നടക്കുന്നവർ ആഖിറത്തിന്, പരലോകത്തിന് അവരെ നന്നാക്കാൻ വേണ്ടി, അവരെ സംസ്കരിക്കാൻ വേണ്ടിയൊക്കെ നടക്കുന്നവരാണ്. എന്നാൽ ഇപ്പം നമ്മുടെ അഫ്ഗാൻ്റെ പിതാവ് എത്രയോ വർഷമായി ഗൾഫിൽ നിൽക്കുന്നു എന്നൊക്കെ കണ്ടു. അദ്ദേഹത്തെ ആരും കുറ്റം പറയുന്നില്ലല്ലോ. അദ്ദേഹം കുടുംബത്തിനെ നോക്കാൻ വേണ്ടി, കഷ്ടപ്പെടാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുനിയാവിൻ്റെ വിഭവങ്ങൾക്ക് വേണ്ടി, ഈ ഭൂമിയിലെ വിഭവങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നവൻ ഏറ്റവും കൂടുതൽ സാഹസികനും മിടുക്കനുമാണെന്ന് പറയും. അവൻ വിജയിച്ചില്ലെങ്കിൽ പറയും അയ്യോ കഷ്ടം, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അവൻ ഇതുവരെ നന്നായില്ലെന്ന് പറയും. വിജയിച്ചാൽ പറയും അവൻ കെങ്കേമൻ, അവനങ്ങനെ കഷ്ടപ്പെട്ടതുകൊണ്ടാണ് വിജയിച്ചത് എന്ന് പറയും. ഇനി ഇതല്ലാതെ നല്ല ആരോഗ്യവാനായിട്ട് നടക്കുമ്പോൾ വളരെ പെട്ടെന്ന് തളർന്ന് ബോധവും നഷ്ടപ്പെട്ട് 10 കൊല്ലമൊക്കെ കട്ടിലേക്ക് കിടക്കുന്നവരുണ്ട്. അപ്പോഴും നമ്മളിത് പറയാറില്ല, അത് വിധിയാണ്, പടച്ചാമ്പുരാൻ കൊടുത്തയാന്ന് പറയും. അതിലൊരു ചോയ്സാണ് ഈ പറഞ്ഞതും. സ്വയം സംസ്കരിക്കാൻ വേണ്ടിയുള്ള ഒരു സഞ്ചാരം, ഒരു യാത്ര. അപ്പോൾ അതുകൊണ്ട് അതിനെ അങ്ങനെ കാണുന്നതായിരിക്കും ഉചിതമാവുക. പിന്നെ ഇവരൊക്കെ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോയിൻറ്റുകൾ വളരെ വ്യക്തമാണ്. വർത്തമാന കാലഘട്ടത്തിൽ, അതും ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വാപ്പ ഉമ്മയ്ക്ക് ചോറ് വാരി കൊടുക്കുന്നതും ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കുന്നതിൻ്റെയും ഒക്കെ ദൃശ്യങ്ങൾ റീൽസുകളാക്കി കുടുംബാംഗങ്ങൾ ഒരുമിച്ച് നിന്ന് ആഘോഷപൂർവ്വം ആഘോഷിച്ചില്ലെങ്കിൽ അതൊക്കെ ഒരു പഴഞ്ചനായി പോകുന്ന ഒരു കാലത്ത് ഇങ്ങനെ ഒരു വലിയ സംഘത്തിന് ഇതുപോലൊരു ഒത്തുചേരൽ, ഇതുപോലൊരു സംഗമം അത് സംഘടിപ്പിക്കാൻ കഴിയുകയും ആ സംഘടിപ്പിക്കുന്നതിൽ അതിൻ്റെ സംഘാടകരും അവരെ എത്തിച്ചേർന്നവരും അടക്കമുള്ള ആളുകൾ മുഴുവൻ ഒരു സെൽഫ്ലെസ് ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്യാൻ കഴിയുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അസാധാരണമാണ്. നമ്മൾ ചിലപ്പോൾ ഇത് അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ അല്ലെങ്കിൽ ലിംഗോ ഓഫ് റെക്കോർഡ്സിലൊക്കെ ഇത് കൊടുത്താൽ അവർ അത്ഭുതത്തോടെ ചിലപ്പോൾ പറയും ഇങ്ങനൊരു സമ്മേളനമോ ഇങ്ങനൊരു ഒത്തുചേരലോ. ആ ത്യാഗത്തെയാണ്, ആ സാക്രിഫൈസിനെയാണ്, ആ സെൽഫ്
ഈഗോയെ കില്ല് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോഴത്തെ കാലത്ത് ഏത് മുസ്ലിം സംഘടനകൾ പരിപാടി വെച്ചാലും എല്ലാവരും ഒന്ന് കുതിക്കും, യൂസുഫ് അലിക്കായ ആ വേദി കൊണ്ടുവരണമെന്ന്. തെറ്റൊന്നുമല്ല, അദ്ദേഹം ഒരു നല്ല വ്യവസായിയാണ്. സംസാരത്തിലൊക്കെ അദ്ദേഹം പലപ്പോഴും ദീൻ പരാമർശിക്കാറുണ്ട്. അദ്ദേഹത്തെ കൊണ്ടുവരണമെന്ന് കുതിക്കും. അദ്ദേഹത്തിൻ്റെ ഡേറ്റ് അനുസരിച്ച് പരിപാടി എടുക്കും, ഒരു സമയമെങ്കിലും വരണമെന്ന് പറയും. എല്ലാ സംഘടനകളുടെ വേദിയിലും അദ്ദേഹത്തിന് ഇടമുണ്ടാവും. പക്ഷേ ഇവർ സവിശേഷമായി വന്നൊരു സെഷൻ ഉദ്ഘാടനം ചെയ്യണം എന്ന് പറഞ്ഞ് ഇന്നുവരെ പോയിട്ടുണ്ടാവില്ല. അദ്ദേഹവും അവിടെ വന്നാൽ ഈ ആൾക്കൂട്ടത്തിൽ ഒരാളായി എല്ലാവരും ആ തറയിലിരിക്കുന്നത് പോലെ ആ തറയിലിരിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയിൽ, അങ്ങനെ ആരാരെന്നറിയാത്ത, ഞാൻ ഈ പ്രോസസ്സിലൊക്കെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. എൻ്റെ അടുത്തിരുന്ന ഒരാൾ ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം 10-15 ഫാക്ടറികളുടെ പരശതം കോടി രൂപയുടെ സ്ഥാപനത്തിൻ്റെ മുതലാളിയാണ്. അദ്ദേഹവും ഒരു ബാഗുമൊക്കെ പിടിച്ച് ഒരു വസ്ത്രമൊക്കെ ധരിച്ച് അവിടെ വന്നിരിക്കുക എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ. ഇറ്റ്സ് എ ക്ലാസ്. അവിടെയാണ് ഞാൻ അതിൻ്റെ പോയിൻ്റ് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ബഹുമാന്യനായ പണ്ഡിതൻ ഹുസൈൻ സലഫി ഉസ്താദിൻ്റെ, ദുബൈയിലുള്ള ഹുസൈൻ സലഫി ഉസ്താദിൻ്റെ ഒരു പ്രസംഗം കേട്ടു. പ്രസംഗം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കേൾപ്പിക്കുന്നില്ല. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളിൽ ഒരുപാട് പേര് പറയാം, ആരാന്നറിയാമോ, ദുബൈയിൽ അങ്ങനെ പറഞ്ഞ ആളാണ്, ദുബൈയിലെ ഭരണകൂടം ഇങ്ങനെ വിശേഷിപ്പിക്കുന്ന ആളാണെന്നൊക്കെ പറയും. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ വാചകം ഇതാണ്: ഈ കേരളത്തിലെ എല്ലാ ദർഗകളിലും എല്ലാ ജാറങ്ങളിലും മയക്കുമരുന്നിൻ്റെയും MDMA-യുടെയും കഞ്ചാവിൻ്റെയും വ്യാപാരം അത് സുലഭമായി നടക്കുന്നു. എന്തൊരു വിടുവായിത്തം പറച്ചിലാണത്. എനിക്ക് ഈ ജാറങ്ങളോടോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോടൊക്കെ എനിക്ക് വിയോജിപ്പുണ്ടാകും, വിശ്വാസപരമായി വിയോജിക്കുന്നവരൊത്തിരി ഉണ്ടാകും. പക്ഷേ അവിടങ്ങളിൽ ആ കച്ചവടമാണ് നടക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നത് എവിടെയെങ്കിലും ഒറ്റപ്പെട്ട ആൾക്കൂട്ടങ്ങളിൽ, അത് കല്യാണ വീടുകളിൽ, മരണ വീടുകളിൽ, പിന്നെ എന്തിനാണ് ചിലപ്പോൾ നമുക്കറിഞ്ഞുകൂടാ പല പുണ്യമായ സ്ഥലങ്ങളിലും ഒക്കെ ഇത് ഒറ്റപ്പെട്ട് നടക്കുന്നുണ്ടാവുമായിരിക്കും. മനുഷ്യർ വരുന്ന ഇടങ്ങളല്ലേ. പക്ഷേ ഇതിനെ മാത്രം കേന്ദ്രീകരിച്ച് അത്തരമൊരു പ്രസ്താവന നിർലജ്ജമായി നടത്താൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. സംസ്കാരമില്ലാത്തവരുടെ കൂട്ടത്തിൽ നിന്നും സംസ്കാരമുള്ളവർ സ്വയം സംസ്കരിച്ചെടുത്തു എന്ന് അവകാശപ്പെടുന്നൊരു നവോത്ഥാന പുരോഗമന ആശയങ്ങളുടെ കൂടാരമാണെന്ന് പറയുന്നതിൻ്റെ ഒരു നായകനല്ലേ ഈ ഹുസൈൻ സലഫി ഉസ്താദ്. അങ്ങനെ പറയാൻ പാടുണ്ടോ? എന്തൊരു മര്യാദയില്ലാത്ത വർത്തമാനമാണ് പറഞ്ഞത്. നിങ്ങൾക്കൊരു തബ്ലീഗ് സമ്മേളനത്തിൽ അവർ 10 ദിവസം നടത്തിയാൽ ഇതുപോലെ കേൾക്കാൻ പറ്റുമോ? അവർ വിയോജിപ്പുകളുള്ളതുണ്ടാവും, അതവരുടെ മനസ്സിലുണ്ടാവും. ഞാനിന്നാൾ ചില കാര്യങ്ങൾ ചോദിച്ചപ്പോൾ നമ്മുടെ റഫീഖ് സലഫി ഉസ്താദ് പറഞ്ഞില്ലേ, എല്ലാം വെളിവാക്കി ഉറക്കെ പറയേണ്ടതല്ല, ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു വിടുമെന്ന്. സൗദിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞത് ഇത്ര പരസ്യമായിട്ടാണ് സംസാരിക്കുന്നത്, പക്ഷേ ഇവിടെ നിങ്ങൾക്കത് കാണാനാവില്ല. ആ പോയിൻ്റാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. മാർക്കിടലും അതിനെ വിലയിരുത്തലും വിജയിച്ചതും പരാജയപ്പെട്ടതും ആരെന്ന് തീരുമാനിക്കുന്നതുമൊക്കെ ആഖിറത്തിലാണ്. അതിൻ്റെ ഏർപ്പാട് ആർക്കും കൊടുത്തിട്ടില്ല. കഴിഞ്ഞ ദിവസം ഒരു സുന്നി പണ്ഡിതൻ എന്നോട് സംസാരിച്ചപ്പോൾ പറയുമായിരുന്നു, വേറൊന്നുമല്ല, ഈ നമ്മുടെ ഒരു സംഘടനയ്ക്ക് വേണ്ടി മാത്രമാണ് സ്വർഗമെന്ന് പറയുമ്പോൾ നമ്മൾ ആ ചിന്തയുമായി ഹറമിൽ പോയി നിന്ന് അതൊന്ന് ആലോചിച്ച് നോക്കുമ്പോഴാണ് നമ്മുടെ ചിന്തയുടെ ഒരു അർത്ഥശൂന്യത നമുക്ക് വ്യക്തമാകുന്നത്. അങ്ങനെ നമുക്ക് മാത്രമാണോ ഈ ലോകത്ത് എത്ര കോടാനുകോടി ജനങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നവരുടെ വികാരവും വിശ്വാസവും സങ്കടവും കരച്ചിലും തേങ്ങലും കാബയെ നോക്കി കരയുന്നതും അതിനെ ഒന്ന് തൊടാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നതും ആലോചിച്ച് നോക്കും. തിരിച്ചറിവുണ്ടാകട്ടെ.